മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 2025 ജൂൺ 7 ചൊവ്വ ചിങ്ങം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്തിരിക്കുകയാണ്. ഇവിടെ ജൂലൈ 28 വരെ നിൽക്കുന്നതുമായിരിക്കും. വളരെ സമയത്തിന് ശേഷമാണ് ചൊവ്വ തൻ്റെ നോർമൽ സഞ്ചാരസ്ഥിതിയിൽ വരുന്നത്. വർഷം 2024 ഒക്ടോബർ 20 ചൊവ്വ നിങ്ങളുടെ 3ാം ഭാവമായ കർക്കടകത്തിൽ പ്രവേശിച്ചതായിരുന്നു. കർക്കടകം രാശി ചൊവ്വയുടെ നീചസ്ഥാനമാണ്. ഏകദേശം 1.5 മാസത്തോളം ചൊവ്വയുടെ വക്രഗതിയിലും ആയതായിരുന്നു. അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് വീണ്ടും മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വളരെ സമയത്തിന് ശേഷമാണ് ചൊവ്വ നോർമൽ സ്ഥിതിയിൽ ആകുന്നത്. സാഹസം, പരാക്രമം, ബലം, ശൗര്യം, പ്രോപ്പർട്ടി, കൺസ്ട്രക്ഷൻ, വാണി, കോമ്പറ്റീഷൻ, സ്കിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചൊവ്വ. ചൊവ്വ നിങ്ങളുടെ 7ഉം 12ഉം ഭാവങ്ങളുടെ അധിപനാണ്. ചൊവ്വയ്ക്ക് 3 ദൃഷ്ടികളാണുള്ളത്. 4ാം ദൃഷ്ടി 7ാം ഭാവത്തിലും, 7ാം ദൃഷ്ടി 10ാം ഭാവത്തിലും, 8ാം ദൃഷ്ടി 11ാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത്. 4ാം ഭാവത്തിൽ ചൊവ്വ അങ്കാരകദോഷവും നിർമ്മിക്കുന്നുണ്ട്. രാഹുവിൻ്റെ 7ാം ദൃഷ്ടി ചൊവ്വയിലും, ചൊവ്വയുടെ 7ാം ദൃഷ്ടി രാഹുവിൻ്റെ മേലുമായിരിക്കും പതിക്കുന്നത്. ചൊവ്വയുടെ 8ാം ദൃഷ്ടി പതിക്കുന്നത് ശനിയുടെ മേലാണ്. 4ൽ കേതുവും നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഇമ്പാക്റ്റും കാണാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ ഈ രാശിമാറ്റം വളരെ പ്രഭാവശാലി ആയിരിക്കും. ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം. ചൊവ്വ രാശി മാറുന്നത് 4ാം ഭാവത്തിലേക്കാണ്. 4ാം ഭാവത്തിൽ ചൊവ്വ ചില കാര്യങ്ങളിൽ ശുഭഫലങ്ങളും മറ്റ് ചില കാര്യങ്ങളിൽ അശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ഇത് കേന്ദ്രസ്ഥാനവുമാണ്. 12ാം ഭാവാധിപൻ ചൊവ്വ 4ൽ നിൽക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിക്കുന്നതായിരിക്കും. കേതുവും ഇതിനു വേണ്ടി സഹായിക്കുന്നതായിരിക്കും. കാരണം കേതു ഡിറ്റാച്ച്മെൻറ്റ് ചെയ്യിക്കുന്ന ഗ്രഹമാണ്. പ്രോപ്പർട്ടികളിൽ എന്തെങ്കിലും വിവാദങ്ങളോ ഡിസ്പ്യൂട്ടുകളോ മറ്റുമുണ്ടെങ്കിൽ അത് കോംപ്രമൈസ് ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും. വിദേശത്തുള്ളവർ ഇപ്പോഴുള്ള പ്രോപ്പർട്ടി വിറ്റ് പുതിയത് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് അനുകൂല സമയമായിരിക്കും. കുടുംബസ്വത്തിൽ ചില പരിവർത്തനങ്ങളും മറ്റും ചെയ്യുന്നതായിരിക്കും. 4ൽ നിൽക്കുന്ന ചൊവ്വ മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. കുടുംബത്ത് ചില സമയത്ത് അശാന്തി അനുഭവപ്പെടുന്നതായിരിക്കും. ഇത് അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്കുതർക്കങ്ങളോ കലഹങ്ങളോ കാരണമായിരിക്കാം ഉണ്ടാകുന്നത്. ഇത് അങ്കാരകദോഷം കൊണ്ടാണ് വർദ്ധിക്കുന്നത്. അതിനാൽ കുടുംബത്ത് ശാന്തിയും സമാധാനവും നിലനിർത്തുവാൻ ശ്രമിക്കണം. ക്രോധത്തിൽ കൺട്രോൾ ചെയ്യണം. എല്ലാവരോടും സൗമ്യതയോടെ വേണം സംസാരിക്കുവാനും പെരുമാറുവാനും. ചെറിയ ചെറിയ കാര്യങ്ങൾ ഊതി വീർപ്പിക്കാതെ അവോയ്ഡ് ചെയ്യുന്നത് ഫലപ്രദമായിരിക്കും. ഈഗോ ക്ലാഷസ് ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം. ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും. ഇത് ആശുപത്രി ചിലവുകളാകാനാണ് കൂടുതലും സാധ്യതകൾ. ചിലപ്പോൾ വീടിൻ്റെ റിപ്പയറിങ്ങോ വാഹനം, ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്നിവയുടെ റിപ്പയറിങ്ങിനോ ഒക്കെ ആകുവാനും സാധ്യതകളുണ്ട്. ചൊവ്വ 7ാം ഭാവത്തിൻ്റെ അധിപനാണ്. 7ൽ നിന്നും 10ലാണ് നിൽക്കുന്നത്. ഫാമിലി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും. കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. 7ാം ഭാവാധിപൻ 4ാം ഭാവത്തിൽ രാഹു കേതുവിൻ്റെ പ്രഭാവത്തിൽ നിൽക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും. ഇൻലോസിൻ്റെ പക്ഷത്തു നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്.
അതിനാൽ ഇൻലോസുമായി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുവാൻ ശ്രമിക്കണം. അവരുമായി വാക്കുതർക്കങ്ങളോ മറ്റും ചെയ്യുവാൻ പാടില്ല. ബിസിനസ്സിൽ ചില അനുകൂല പരിവർത്തനങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇനി ചൊവ്വയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ചൊവ്വയുടെ 4ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 7ാം ഭാവത്തിലാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും. അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറി യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും. ഓൾറെഡി വിവാഹിതരായിട്ടുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. ചൊവ്വ ദോഷവും അങ്കാരക ദോഷവും ഒന്നിച്ചാണ് ഇവിടെ ഉണ്ടാകുന്നത്. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കുവാൻ സാധ്യതകളുണ്ട്. ചൊവ്വയുടെ 7ാം ദൃഷ്ടി പതിക്കുന്നത് 10ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ മേലാണ്. വിദേശത്ത് ജോലി അന്വേഷിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും. കരിയറിൽ ഗ്രോത്ത് ലഭിക്കുവാൻ വേണ്ടി ഈ സമയത്ത് കൂടുതൽ പരിശ്രമം ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയത്ത് ക്രോധത്തിൽ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ ആവശ്യമായിരിക്കും. ചൊവ്വയുടെ 8ാം ദൃഷ്ടി പതിക്കുന്നത് 11ൽ നിൽക്കുന്ന ശനിയുടെ മേലാണ്. ചൊവ്വ ശനിയുടെ കണക്ഷൻ കൺസ്ട്രക്റ്റീവും ഡിസ്ട്രക്റ്റീവുമായിട്ടുള്ള ഫലങ്ങളായിരിക്കും നൽകുന്നത്. കൺസ്ട്രക്റ്റീവ് ഫലങ്ങൾ ഇപ്രകാരമായിരിക്കും. ശനി നിങ്ങളുടെ യോഗകാരക ഗ്രഹമാണ്. ഭാഗ്യസ്ഥാനത്തിൻ്റെയും കർമ്മസ്ഥാനത്തിൻ്റെയും അധിപനുമാണ്. ചൊവ്വ 7ഉം 12ഉം ഭാവങ്ങളുടെ അധിപനാണ്. ഈ കോമ്പിനേഷൻ പ്രൊമോഷൻ്റെ ചാൻസുകൾ നിർമ്മിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോലി ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും. അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും യോഗമുണ്ടാകും. വിദേശത്തു നിന്നും റെമിറ്റൻസും മറ്റും ലഭിക്കുവാൻ സാധ്യതകളുണ്ട്. നെഗറ്റീവ് ഫലങ്ങൾ എന്തായിരിക്കുമെന്ന് നോക്കാം. ശനി ഭാഗ്യസ്ഥാനാധിപനാണ്. ചൊവ്വയുടെ പ്രഭാവത്തിലുമാണ്. ഈ സമയത്ത് ബോസുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഈ സമയത്ത് ക്രോധം വർദ്ധിക്കുന്നതായിരിക്കും. ഈഗോ പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ ഇടയുണ്ട്. മറ്റുള്ളവരെ തരം താഴ്ത്തി കാണിക്കുവാനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നതായിരിക്കും. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ഇടയാകുന്നതുമായിരിക്കും. അതിനാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമായിരിക്കും. മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി വിലപിടിപ്പുള്ളതും ആവശ്യമില്ലാത്തതുമായ വസ്തുക്കൾ വാങ്ങുന്നതായിരിക്കും. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കണം. ഇതാണ് ചൊവ്വയുടെ രാശിമാറ്റം ഇടവം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.